ധ്യാനം, ഭഗവാന്റെ കീർത്തന ധ്യാനം, ഇതൊക്കെ വായുകൊണ്ട് പറയാം. പക്ഷേ നമ്മൾ സാധന ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനൊന്നും എഫക്റ്റേ ഉണ്ടാവില്ല. ചില ആളുകളൊക്കെ ചോദിക്കും, ഈ പ്രഭാഷണം, അധ്യാത്മ പ്രഭാഷണേ, അത് ആരുടെടുത്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ ആളുകൾക്ക്? അങ്ങനെയാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. പാട്ട് കച്ചേരിക്ക് പഠിപ്പിക്കണ പോലെ ഇതിങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അതേപോലെ ഡ്രാമ പോലെ പറയാം. പൗണ്ഡ്രക വാസുദേവന്റെ കഥ പോലെ ആവും. ഇത് ഉള്ളില് അനുഭൂതി വന്ന് സ്വയമേവ പുറത്തു വരണം. സാധനയാണ് വേണ്ടത്, അല്ലാതെ ഇതൊന്നും പഠിക്കുകയല്ല കാര്യം. അധ്യാത്മ സാധനയാണ് വേണ്ടത്. സാധന സ്വയമേവ ഭക്തി സാധന ചെയ്ത് സ്വാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് ഉള്ളിൽ നിന്ന് വന്നാലും വന്നിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഉപദേശമാണ്. അതിന് യത്നിക്കണം. ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറഞ്ഞു. ഒരു ഗുരു, ആ ഗുരുവിൻ്റെ അടുത്ത് ഒരമ്മ തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു 7-8 വയസ്സായ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവനിത്തിരി ഉപദേശിക്കണം, ഒരുപാട് മധുരപലഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഗുരു പറഞ്ഞു, ഒരു 2 മാസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ കുട്ടിയെ കൊണ്ടുവന്നു. അപ്പൊ ആ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് ഈ ഗുരു പറഞ്ഞു, ഇനി മേലാൽ ഒരുപാട് മധുരപലഹാരം കഴിക്കരുത് കേട്ടോ, അത്രയേ ഉള്ളൂ. ആ കുട്ടി ശരിയെന്ന് പറഞ്ഞു പോയി നിർത്തി. അപ്പൊ ഈ അമ്മ ചോദിച്ചു, ഇത് അന്നേ പറഞ്ഞൂടെ, ഇതെന്തിനാ ഈ 2 മാസം? അല്ല, അവനോട് നിങ്ങൾ പറഞ്ഞപ്പോ ഞാനും ധാരാളം കഴിച്ചുകൊണ്ടിരുന്നു. ഇയാളോട് ഉപദേശിക്കണമെങ്കിൽ ഞാൻ ആദ്യം നിർത്തണം. ഞാനൊരു 2 മാസം അതങ്ങോട്ട് നിർത്തി അഭ്യസിച്ചു. അപ്പോഴേ ആ പവർ വരുള്ളൂ. ആ തേജസ് എന്ന് പറയണത് നമ്മളതാണ്. അത് നിർത്തി അഭ്യസിപ്പിച്ചു കഴിയുമ്പോൾ വാക്കില് ആ ശക്തി ഉണ്ടാവും. പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല.